സർ, സർ. ദൈവമേ, അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ. അയ്യോ നല്ല പനിയുണ്ട് മോളെ. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഹോസ്പിറ്റലിൽ പോകാം മോനെ. എന്താ കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. അമ്മ, 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 എന്റെ അമ്മ ഇവിടെ. അമ്മ ഇവിടെ. അമ്മ എങ്ങും പോവല്ലേ. അമ്മ, അമ്മ, അമ്മ പോവല്ലേ. അമ്മ, മോനെ, അമ്മ പോവല്ലേ. മോൻ ആശുപത്രി പോണ്ടെന്ന് പറഞ്ഞത് കാര്യാക്കണ്ട. നമുക്ക് കൊണ്ടുപോവാം. ഉള്ളൊന്ന് ചൂടാ. അമ്മ, അമ്മയ്ക്ക് പിണക്കുവാ. അമ്മയ്ക്ക് എന്നോട് പിണക്കുവാ. പിണങ്ങല്ലേ അമ്മ. അമ്മ പിണങ്ങല്ലേ അമ്മ. എനിക്കറിയാം ഇത് മറ്റൊന്നുമല്ല, അമ്മയെ കാണാത്തോണ്ടുള്ള വിഷമോ. അമ്മ എന്നോട് പിണങ്ങല്ലേ. അമ്മ, അമ്മ, അമ്മ പിണങ്ങല്ലേ. അമ്മ, അമ്മ ശ്രദ്ധിച്ചോണേ. ഞാൻ ഉടനെ വരാം. മോളെ എവിടെ പോവാ? കാല് പിടിച്ചിട്ടായാലും വസുന്ധരാമ്മേ സാറിന്റെ അടുത്ത് എത്തിക്കണം. അത് മോളെ, നീ ആ വീട്ടിൽ പോയ പ്രശ്നാവില്ലേ? അമ്മ സാറിനെ ശ്രദ്ധിച്ചോണം. ഞാൻ വേഗം വരാം. ശരി. മോനെ, അമ്മ, എന്റെ അമ്മ. സ്റ്റീഫൻ, ആദ്യം ഞാൻ പറയുന്നതനുസരിക്ക്. അങ്ങനെ എന്നോട് ധിക്കാരമായിട്ട് സംസാരിച്ച ഒരാളെ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കൊടുക്കാനുള്ളതൊക്കെ എന്താന്ന് വെച്ചാ കൊടുത്ത് സെറ്റിൽ ചെയ്തേക്ക്. അയാളെ പറഞ്ഞു വിട്ടേക്ക്. അമ്മേ, എവിടേക്കാണ് ഈ ബെല്ലും ബ്രേക്കും ഇല്ലാതെ? അമ്മ, അമ്മ എവിടെ? എന്തിനാ? എനിക്ക് അമ്മേന്ന് കാണണം, അത്യാവശ്യം. ഇപ്പൊ അമ്മയെ കാണാൻ പറ്റില്ല. ഐശ്വര്യ എടുത്തേ, പ്ലീസ് എടുത്തേ, അത്യാവശ്യം. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അമ്മയെ കാണാൻ പറ്റില്ല. അമ്മയ്ക്ക് നിന്നെ കാണുന്നതേ കലിയാ. പ്ലീസ് എടുത്തേ, ഒന്ന് മാറുമോ? അത്രയ്ക്ക് അത്യാവശ്യമായോണ്ടാ. പ്ലീസ്. പറ്റില്ല എന്ന് പറഞ്ഞില്ലടി. ഐശ്വര്യ, എടുത്തേ. അവൾ പൊയ്ക്കോട്ടെ. നിന്നെ പോലെ തന്നെ അതേ സ്ഥാനം ഈ വീട്ടിൽ ഇവൾക്കും ഉണ്ട്. അമൃതയെടുത്തി ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. ഇതേ എന്റെ കൂടെ വീടാ. നിന്റെ വിരട്ടലൊക്കെ അങ്ങ് ഓഫീസില് ഈ ജീവനക്കാരോട് മതി. ശ്യാമേ, നീ ചെല്ല്. അമ്മ അകത്തുണ്ട്. മനസ്സിലായി. ആ, പാലുകാച്ചിനെ വിളിക്കാൻ വന്നതല്ലേ? ക്ഷണക്കത്ത് തന്നോ? സകുടുംബം മുഹൂർത്തത്തിന് മുമ്പ് അങ്ങെത്തിയേക്കാം. പക്ഷേ നീ ഇത്ര മിടിക്കുകയാണെന്ന് ഞാൻ കരുതിയില്ല. കേട്ടോ ഐശ്വര്യ, ഇവളിവിടെ വന്ന് ഇതിനേക്കാൾ വലിയ വീട് പണിയുമെന്നും അതിൽ എന്റെ അഖിയെ രാജകുമാരനെ പോലെ വാഴിക്കുമെന്നും പറഞ്ഞിട്ടിപ്പോ 1 അതോ 2 ദിവസമായോ? ഒരു ദിവസേ ആയുള്ളൂ. ആ, അത്ഭുതം. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വീട്ടിലും വലിയൊരു മണിമാളിക എന്റെ അഖിമോന് വേണ്ടി ഇവള് പണിതല്ലോ. ആ കഴിവ് സമ്മതിക്കണം. അപാരം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? അപ്പോ പാലുകാച്ചിനെ ക്ഷണിക്കാനല്ലേ നീ വന്നേ? അത് മതി. ഇനി ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്ക്. നീ കാരണം എന്റെ മോനിപ്പോ ആ പച്ചക്കറിക്കടയിൽ കിടന്ന് കഷ്ടപ്പെടുക. തെരുവിൽ ചുമടെടുക്കുക.
നീ കാരണോ? കൊട്ടാരവും വെൺചാമരവും ഒന്നും വേണ്ട. എന്നാലും മിനിമം കുറച്ച് നല്ല ഫുഡെങ്കിലും അവനവിടെ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? അതിനുള്ള കഴിവ് നിന്റെ വീട്ടുകാർക്കുണ്ടോ? പിന്നെ എന്തിനാ എന്റെ മോനെ നീ അവിടെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നേ? പട്ടിണിക്കിട്ട് കൊല്ലാനാണോ? അമ്മ, തർക്കിക്കാനല്ല ഞാൻ വന്നത്. അഖിൽ സാറിന് നല്ല പനിയാ. മയക്കത്തില് അമ്മയോട് എന്ന പോലെ എന്തൊക്കെയോ സംസാരിക്കോ. അമ്മ അന്ന് എന്നോട് ചോദിച്ചില്ലേ അമ്മയേക്കാൾ സ്നേഹം ആ മകന് കൊടുക്കാൻ എന്നെ കൊണ്ടാവൂന്ന്? അന്ന് ഞാൻ പറഞ്ഞതെന്താ? ആവോളം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും ആവില്ല എന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായ അമ്മ. ഞാൻ തോറ്റുപോയമ്മ. ഇപ്പോ അമ്മയുടെ അഖിമോൻ ഈ അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്, ഈ വാത്സല്യം കൊതിക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പോവാ. അമ്മ, ഇത് അവളുടെ പുതിയ നാടകം. അമ്മ വിശ്വസിക്കരുത്. അമ്മ അത് ഇതേ തന്ത്രത്തില് അമ്മ അവളുടെ വീട്ടിലെത്തിക്കാനുള്ള പുതിയ അടവാ. ആരും വിശ്വസിക്കരുത്. ഹൃദയം തുറന്ന് കാണിച്ചാലും വാഴനാരാണെന്ന് പറഞ്ഞോണം. കഷ്ടം. ശ്യാമയുടെ ഈ പൂങ്കണ്ണീരില് ഇനി അമ്മയും വീണു പോയോ? അമ്മേ, ഇപ്പൊ സാറിന് എങ്ങനെയുണ്ട്? മോള് പോയ ശേഷം പനി വല്ലാതെ കൂടി. ഒടുവിൽ വാസുവേട്ടനും ഞാനും കൂടി നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. മോൻ കിടക്ക. ഞാനും നോക്കട്ടെ. നിന്നെ മോൾ അഖിലിന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? അതെ, ഞാനൊന്ന് അകത്തോട്ട് ചെല്ലട്ടെ. ഭഗവാനെ, ഞാൻ അമ്മയെ കാണാൻ പോയത് ഇനി സാർ അറിഞ്ഞു കാണോ? മെല്ലെ സൂക്ഷിച്ച്, പതുക്കെ മതി. താൻ പോയ കാര്യം എന്തായി? അത് ഞാൻ അറിഞ്ഞു. ക്ലാസ് മുടങ്ങിയതും കുട്ടികൾ പോയതുമൊക്കെ. ശ്യാമ
അവരുടെ പാരൻസിനെ കാണാൻ പോയതല്ലേ? എന്താ? വസുന്ധരാമ്മയെ കാണാനൊന്ന് പോകരുതോ? എനിക്കറിയാം ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ രണ്ടാൾക്കും വിഷമമുണ്ടെന്ന്. അമ്മയൊന്ന് കണ്ടാ മതി, പിന്നെ അമ്മയും സാറിനെ എങ്ങും വിടില്ല. ഒന്ന് സമ്മതിച്ചാ മതി. ഞാനൊരു ടാക്സി വിളിച്ചു തരാം. ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ. ആ അമ്മയുടെ അടുത്തെത്തിയ സാറിന്റെ അസുഖമൊക്കെ മാറും. അതാ നല്ലത്. അത് മതി. അപ്പോ ശ്യാമയോ? ഞാനിങ്ങനെ എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഇടയ്ക്ക് വന്ന് കണ്ടാ മതി. ഒന്നുകൂടി പറയ്. എന്റെ ഈ കണ്ണുകളിലേക്ക് നോക്കി പറയ്. നമ്മൾ പിരിയുകയാണോ? അപ്പോ നമ്മൾ പിരിയുകയാണോ? പറ, നമ്മൾ പിരിയുകയാണോ? ഇല്ല, നിന്നെ ഞാൻ വിട്ടുകളയില്ല. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ശ്യാമ. എന്റെ അഖി, അവൻ ഞാനൊപ്പം ഇല്ലാതെ അവിടെ പനി പിടിച്ച്. ഈശ്വര, ആനന്ദേട്ടൻ പുറത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ? ശ്യാമയെ ഞാൻ കണ്ടു. എനിക്ക് ഓഫീസിൽ പോണം, നമുക്ക് ഇറങ്ങാം. എന്നെയും കൂടി ഓഫീസിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. എന്റെ മുഖത്തേക്ക് നോക്കിയേ. എന്താ? നോക്ക്. വസു കരയായിരുന്നല്ലേ? അത് പിന്നെ ഞാൻ... വസുവിന് എന്നോട് കള്ളം പറയാനാവില്ല. അത് അഖി അവ സുഖമില്ലാതെ പിച്ചും പേയും പറഞ്ഞു. എന്നിട്ട് അവൾ ഇവിടെ എന്നോട് തർക്കിക്കാൻ വന്നിരിക്കുക. അവനെ അഖി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? പനി കുറവുണ്ടോ? ഒന്നും വിശദമായി പറയാതെ അവൾ ഒറ്റ പോക്ക. എന്നിട്ട് ശ്യാമയോട് വസു ആ വിവരമൊന്നും ചോദിച്ചില്ലേ? ഓ, ശ്യാമയോട് അതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? പിടിവാശി. അത് സമ്മതിക്കില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ എന്താ ഏതാന്നറിയാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുക. അതേ വഴിയുള്ളൂ അല്ലേ? മനസ്സ് അത്രയ്ക്ക് വേദനിച്ച് നിൽക്കുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം ആനന്ദേട്ടനും എന്നെ കുറ്റപ്പെടുത്തുക അല്ലേ? അല്ല, കുറ്റപ്പെടുത്തിയതല്ല.
ചെറിയൊരു ഈഗോയുടെ പേരിൽ താൻ ഇങ്ങനെ ഇരുന്ന് വേദനിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞുപോയതാ. നമ്മുടെ ഈ കുടുംബം തല്ലിപ്പിരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ അതിനെ ആനന്ദേട്ടനും എന്റെ ഈഗോ ആയിട്ടാണോ കണ്ടിരിക്കുന്നത്? സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ അഖിയുടെ അവസ്ഥ ഓർത്ത് താൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉരുകുന്നത് എനിക്ക് കാണാൻ വയ്യ. ഈ ലോകത്ത് തനിക്കറിയാവുന്ന പോലെ അഖിയെ മറ്റാർക്കും അറിയില്ല. പണ്ട് ഇരുട്ടിനെ പേടിച്ച് കരയുമ്പോൾ അവൻ്റെ അമ്മ ചേർത്ത് പിടിച്ചാലേ അഖിമോന് സമാധാനം കിട്ടൂ. ആ അഖി ഇന്ന് കുറേ വളർന്നു. പക്ഷേ ആ മനസ്സിന്നും പഴയ അഖിമോൻ്റെയാ. അവൻ ഇന്നും ആ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊതിക്കുന്നുണ്ട്. ഇനി താൻ അവനെ ഓർത്ത് ഉരുകി ഉരുകി തീരണോ അതോ അവൻ്റെ അടുത്തേക്ക് പോകണോ, അത് താൻ തന്നെ തീരുമാനിക്കും. നീ കാരണം എന്റെ മോനിപ്പോ ആ പച്ചക്കറി കടയിൽ കിടന്ന് കഷ്ടപ്പെടുക, തെരുവില് ചുമടെടുക്കുക. എല്ലാം നീ കാരണം. മതി ശ്യാമ, എനിക്ക് മതി. എനിക്ക് ഓറഞ്ച് മതിയെന്നേ. ഇനി ശ്യാമ പോയി എന്തെങ്കിലും കഴിക്ക്. ശ്യാമ, എനിക്കിത് മതിയെന്നാ പറഞ്ഞേ. ഏയ് ശ്യാമ, എന്താ അത്? താൻ ഇവിടെയൊന്നും അല്ലേ? എന്താ സാർ എന്താ പറഞ്ഞ? അപ്പോ താൻ ഈ ലോകത്തെ ആയിരുന്നില്ല അല്ലേ? അല്ല സാർ, സാർ ദാ ഓറഞ്ച് കഴിക്ക്. എനിക്കിത് മതി എന്നാ ഞാൻ പറഞ്ഞത്. അത് പറ്റില്ല, കുറച്ചുകൂടെ കഴിക്കണം, എങ്കിലേ ക്ഷീണം മാറൂ. അല്ല ശ്യാമ, എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്ന? സാറിന് വെറുതെ തോന്നുന്നതാ. ദാ ഇതോടെ കഴിക്ക. ഇത് എനിക്ക് സുഖമില്ലാത്തതിന്റെ ദുഃഖോ അതോ തനിക്ക് മറ്റെന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. എനിക്കെന്താ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ സത്യ, എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ ശ്യാമയെ എനിക്ക് അറിഞ്ഞൂടെ? താൻ എന്താ ഓർത്തിരുന്നെ? അത് പറ. അത് ശ്യാമയ്ക്ക് എന്തോ അത്രയ്ക്ക് വിഷമമുള്ള കാര്യമാണ് ആലോചിച്ചിരുന്നെന്ന് മനസ്സിലായി. ആ ദുഃഖം മറയ്ക്കാൻ വേണ്ടിയാ താനിപ്പോ സന്തോഷം അഭിനയിക്കുന്ന. അത് അവിടെ അമ്മയും സാറും എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നതാ. ഞാൻ കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു? ഒരു പനി വരാന്ന് പറഞ്ഞാ അത് സ്വാഭാവികമല്ലേ? അല്ല, ആ അമ്മയോർത്തുള്ള വിഷമായത്. അമ്മയൊന്ന് കണ്ടാ മതി, സാറിന്റെ ഈ പനിയൊക്കെ താനെ പൊയ്ക്കോളും. ഏയ്, ഇതൊന്നുമല്ല. കടയിലെ ചൂടും വല്ലാത്ത പൊടിയും ഒരു ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. സാറ് വിഷമിക്കണ്ട, അമ്മ വരും. രണ്ടാളും തമ്മിൽ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഈ വിഷമെല്ലാം മാറും. സാറിനല്ലേ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വിഷമമുള്ളൂ, പക്ഷെ അമ്മയ്ക്കത് ഉണ്ടാവില്ല. ആ
അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ശ്യാമ, നടക്കുന്ന കാര്യം എന്തേലും പറയും. സാറ് നോക്കിക്കോ. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം സത്യമാണെങ്കിൽ അമ്മയെ കണ്ണൻ ഇവിടെ എത്തിക്കും, ഉറപ്പ്. പാവം, എന്റെ ശ്യാമ ആകെ മാറിപ്പോയി. എന്നെയും അമ്മയും തമ്മിൽ അകറ്റിയെന്ന കുറ്റബോധ അവളുടെ മനസ്സിൽ.